ഹായ് ഗൈസ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഞാൻ എന്നെ ആദ്യം പരിചയപ്പെടുത്താം. ഞാൻ 2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ മിനിഞ്ഞാന്നായിട്ട്. അതിൽ ഞാൻ എന്റെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു തസ്നീന്റെ വീഡിയോ കാണുന്നവർ മാത്രമാവില്ലല്ലോ എന്റെ വീഡിയോ കാണുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നെ ആദ്യം ഒന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ഇടാന്ന് കരുതി. ഞാനും 2 മക്കളും ഇവിടെ അമേരിക്കയിലാണ് താമസിക്കുന്നത്. എനിക്ക് 3 മക്കളാണ്. ഒരു മോളാണ് തസ്നിയ, അവള് കേരളത്തിലാണ്. പിന്നെ ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ വയനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വളർന്നത് വാളാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വാളാട് ചേരിയമൂല, എല്ലാവർക്കും അറിയായിരിക്കും. ചേരിയമൂല എന്നൊക്കെ എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അറിയായിരിക്കും. സൽമ. പിന്നെ ഞാൻ എങ്ങനെ, എല്ലാവർക്കും ആകാംക്ഷ ഉണ്ടാവും, ഞാൻ എങ്ങനെ അമേരിക്കയിൽ എത്തിപ്പെട്ടു എന്നുള്ളൊരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടാവും. ഞാൻ ഒരുപാട് കഥകൾ തസ്നിയുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇപ്പൊ ഇന്ന് ചിന്തിച്ചപ്പോ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ തസ്നീന്റെ പ്രേക്ഷകർ പകുതി ആളെങ്കിലും എന്നെ കാണുന്നുണ്ടെങ്കിലും കൂടുതൽ ആളുകളും അല്ലാത്ത ആൾക്കാരായിരിക്കും എന്നെ കാണുന്നത്. എനിക്ക് പറയാൻ പറ്റില്ല, എങ്ങനത്തെയാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് തന്നെ ഇനി ഒരു വീഡിയോ ചെയ്യാന്ന് കരുതിയിട്ടാണ്. അങ്ങനെ ഞാൻ ഇന്ന് ഒരു തീരുമാനം അങ്ങനെ ചെയ്യാന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോ ഇത് പറയുന്നത്. ഇപ്പൊ ഞാൻ അമേരിക്കയിലാണ്. ഞാൻ ഇപ്പൊ ഡ്യൂട്ടി ടൈമിലാണ്. എന്റെ ബ്രേക്ക് ടൈം ആട്ടോ. ഡ്യൂട്ടി ടൈമിലല്ല, ബ്രേക്ക് 30 മിനിറ്റ്സ് ബ്രേക്ക് ഉണ്ട്, അത് എല്ലാവർക്കും അറിയാലോ. അപ്പൊ എന്റെ ബ്രേക്ക് ടൈമിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അന്നേരം എന്റെ ഉമ്മിച്ചിക്ക് വയനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ജനിച്ചു വളർന്ന് എന്റെ ഉമ്മിച്ചിക്ക് ഞങ്ങൾ 3 പെൺമക്കളാണ്. അതിൽ ഇളയ മോളാണ് ഞാന്. പിന്നെ 2 ഇത്തമാരുണ്ട്. ഒരാൾ വണ്ണപ്പുറത്ത് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്നു. ഒരാൾ വയനാട്ടിൽ തന്നെ ഇത്രനാൾ ഉമ്മിച്ചിയുടെ കൂടെയായിരുന്നു, നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ചു നാളായിട്ട് അവള് വേറെ വീടെടുത്ത്, ചിലപ്പോ അക്കുമാമൻ എന്ന് പറഞ്ഞാല് ഒരു തസ്നിയുടെ ചാനൽ കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും. ആ അക്കുമാമന്റെ ഉമ്മിച്ചിയുടെ അനിയത്തിയാണ് ഞാൻ. പിന്നെ ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഉമ്മിച്ചി എന്നെ പ്രസവിച്ച് എനിക്ക് ദിവസങ്ങളായപ്പോ എന്റെ വാപ്പിച്ചി, ഞാൻ അറിഞ്ഞു കേട്ടിരിക്കുന്ന കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ 3 മക്കള് പെൺമക്കളായതുകൊണ്ട് 3 മക്കളെ നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വാപ്പിച്ചി ഇട്ടിട്ട് പോയെന്നാണ് പറഞ്ഞത്. പിന്നെ അന്നത്തെ കാലമായതുകൊണ്ട് തന്നെ ആരും അന്വേഷിക്കാനൊന്നും ഉണ്ടായില്ല. അന്വേഷിച്ചെന്ന് പറഞ്ഞ് ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ചോദിച്ച് പറഞ്ഞെന്ന അറിവുണ്ട്. അങ്ങനെ വാപ്പിച്ചിനെ അന്വേഷിക്കാനോ ഒന്നും ആരും ഉണ്ടായില്ല. പിന്നെ ഉമ്മിച്ചിയാണ് ഒരുപാട് അന്നത്തെ കാലമൊക്കെ എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പല്ലേ. അപ്പൊ ഉമ്മിച്ചി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളെ 3 പെൺമക്കളെ വളർത്തിയത്. പിന്നെ ഞാൻ ഒരുവിധം കുറച്ച് വലുതായപ്പോ ഞാനും കൂലിപ്പണിക്കൊക്കെ പോകും. ഉമ്മിച്ചിയുടെ കഷ്ടപ്പാട് കണ്ടിട്ട് ഉമ്മിച്ചിക്ക് അന്നേരം എന്നും തലവേദന, അങ്ങനത്തെ രോഗങ്ങളൊക്കെ ആയിരുന്നു, നടുവേദന, തലവേദനയൊക്കെ. അപ്പൊ ഉമ്മിച്ചിയുടെ കഷ്ടപ്പാട് കണ്ട് എനിക്ക് പഠിക്കാൻ പോകാൻ ഭയങ്കര മടിയായിരുന്നു അന്നേരം. അപ്പൊ ഞാൻ പഠിക്കാനൊന്നും പോയില്ല. ഞാനും പണിക്ക് പോകാൻ തുടങ്ങി. അയൽവാസികളുടെ കൂടെ ഒക്കെ അവരൊക്കെ കൂടെ പണിക്ക് പോകുമ്പോ ഫോറസ്റ്റ് പണിക്ക്, റോഡ് പണിക്ക്, കണ്ടത്തില് അങ്ങനത്തെ പണിക്കൊക്കെ പോകാൻ തുടങ്ങി. വളരെ കുഞ്ഞു പ്രായമായിരുന്നപ്പോ. അങ്ങനെ ഞാൻ അവിടെ വളർന്നു. പിന്നെ ഇത്തന്മാരെയൊക്കെ കല്യാണം പെട്ടെന്ന് കഴിഞ്ഞു. അതുപോലെ തന്നെ എന്റെ കല്യാണം പെട്ടെന്ന് കഴിഞ്ഞു. ആ കല്യാണത്തിലുള്ളതാണ് തസ്നി എന്ന് പറഞ്ഞ മോള്. അപ്പൊ ചില ആൾക്കാര് വീഡിയോയില് കമന്റിൽ ചോദിച്ചിട്ടുണ്ട്, ബാബാസും ജയജി എന്റെ മക്കളാണോന്ന്. അത് ഞാൻ ഇപ്പൊ തന്നെ പറയാണ്, അവരെന്റെ മക്കളാണ്. അവരിവിടെയാണ്. അവിടെ ഒരാള് ജനിച്ചത് കേരളത്തിലാണ്, ജ്യോതി ഹോസ്പിറ്റലിലാണ്. പിന്നെ ഒരാള് ജനിച്ചത് കുവൈറ്റിലാണ്. മൂത്ത ആള് ബാബാസ് ജനിച്ചത് കുവൈറ്റിലാണ്, ഫഹീൽ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലായിരുന്നു. ഇപ്പൊ ജയജുട്ടൻ ജനിച്ചത് മാനന്തവാടി ജ്യോതി എന്ന് പറഞ്ഞ ഹോസ്പിറ്റല്. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പൊ 13 വർഷമായി. ഞാനിവിടെ സെറ്റിലാണ്. ഞാൻ US സിറ്റിസനാണ്. എന്റെ 2 മക്കളും ഞാനും മാത്രമാണ് ഇപ്പൊ ഇവിടെ ഉള്ളൂ. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പൊ ഞാൻ എന്നെ കുറിച്ച് പരിചയപ്പെടുത്തുന്നോണ്ടാണ് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെ ഉമ്മിച്ചി പണ്ട് ഞാൻ കുഞ്ഞായിരുന്നപ്പോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഉമ്മിച്ചി ഞങ്ങളെ 3 മക്കളെ എടുത്തിട്ട് പുഴയിൽ മരിക്കാൻ പോയി. അന്നത്തെ പട്ടിണിയും പാടും, അങ്ങനെ വീടുമില്ല, അങ്ങനെയൊക്കെ ആയിട്ട് ഉമ്മിച്ചിക്ക് ഞങ്ങൾ 3 പേരും വിശന്ന് കരയുമ്പോ ഉമ്മിച്ചിക്ക് നിവൃത്തിയില്ലാതെ ഉമ്മിച്ചി മരിക്കാൻ പോയി. എന്നിട്ട് എന്റെ മൂത്ത ഇത്ത കരഞ്ഞ്
അന്ന് അവൾക്ക് 4 വയസ്സായിട്ടുണ്ടായിരുന്നു പോലും. അപ്പൊ അവള് കരഞ്ഞു വിളിച്ച് മരിക്കലും മോമീന്നും പറഞ്ഞ് കരഞ്ഞു വിളിച്ച് ഉമ്മിച്ചിന്നും പറഞ്ഞ് കരഞ്ഞു വിളിച്ച് അവളെ കണ്ടിട്ട് സങ്കടം, അവളെയും ഞങ്ങളെയും കൂടെ കണ്ടപ്പോ സങ്കടം വന്നിട്ട് തിരിച്ചു വന്നെന്നൊക്കെ ഉമ്മിച്ചി പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. ആ ഇതില് അന്നൊക്കെ ഉമ്മിച്ചി ഇങ്ങനെ കഥ പറയുമ്പോ, ഉമ്മിച്ചിയൊക്കെ കഥ പറയുന്ന സമയത്ത് ഉമ്മിച്ചിയുടെ അനിയത്തിയൊക്കെ ഞങ്ങളൊക്കെ ഫാമിലിയൊക്കെ കൂടുമ്പോ വാളാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങള് ഫാമിലിയൊക്കെ അടുത്തടുത്തായിരുന്നു താമസിച്ചു. ഉമ്മിച്ചിയുടെ ഫാമിലി, വാപ്പിച്ചിയുടെ ഫാമിലി അടുത്താണ്. പക്ഷെ വാപ്പിച്ചിയുടെ ഫാമിലി വലിയ വരവ് പോക്കോ വല്യാപ്പയും വല്യമ്മയൊക്കെ ഉള്ള സമയത്ത് വരുമെന്നല്ലാതെ അവരൊക്കെ മരിച്ചു കഴിഞ്ഞു പിന്നെ ആരും ഞങ്ങൾ അന്വേഷിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അന്നേ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഉമ്മിച്ചീനെ നന്നായിട്ട് നോക്കണമെന്ന്. അപ്പൊ ഞാനൊരു 10-11 വയസ്സായപ്പോ തുടങ്ങി പണിക്ക് പോയി പരമാവധി ഉമ്മിച്ചിനെ പണിക്ക് വിടാതെ ഉമ്മിച്ചീനെ നോക്കാൻ തുടങ്ങിയതാണ് ഞാന്. അങ്ങനെ ഉമ്മിച്ചിയുടെ സങ്കടം, ഉമ്മിച്ചി കഷ്ടപ്പെട്ടതൊക്കെ ഓർക്കുമ്പോ ഒരുപാട് വിഷമാണ്. അന്ന് ആ കുഞ്ഞു പ്രായത്തിൽ തന്നെ എനിക്ക് ഉമ്മിച്ചി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ഉമ്മിച്ചിനെ കഷ്ടപ്പെടുത്തിരുന്നൊക്കെ ഉള്ള ഒരു തോന്നലായിരുന്നു. പിന്നെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ അമേരിക്ക എന്നൊക്കെ പറയുമ്പോ സായിപ്പ് എന്നൊക്കെ കേട്ടിട്ടുണ്ടെന്നല്ലാണ്ട് എന്താന്നൊന്നും അറിയില്ലായിരുന്നു. സായിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അന്ന് മനുഷ്യരാണോന്നും വരെ അറിയില്ലായിരുന്നു ഇത്ര സായിപ്പ് എന്നൊക്കെ പറയുമ്പോ. അങ്ങനെ വയനാട്ടില് ജനിച്ച് വളർന്ന ഒരു ആളാണ് ഞാൻ. പിന്നെ എഡ്യൂക്കേഷൻ എന്ന് പറയാന് അന്ന് ഒരുപാട് പഠിപ്പും വിദ്യാഭ്യാസം ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ 6ാം ക്ലാസ് വരെ മാത്രം അന്ന് പഠിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെയാണ് കുറച്ചൊക്കെ പഠിച്ചതൊക്കെ. അതൊക്കെ ഞാൻ പിന്നെ കഥയിൽ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഇപ്പൊ തന്നെ പറഞ്ഞിട്ട് അത് ഒന്നുമില്ലാത്തൊരു സ്ഥലത്തെത്തി പോകും അപ്പൊ എന്റെ കഥ. പിന്നീടാണ് ഞാൻ വളർന്നു വലുതായി. പിന്നെ ഒരു ചെറ്റക്കുടിൽ നിന്നൊക്കെ ചെറിയൊരു വീട്, എവിടുന്ന പഞ്ചായത്തിൽ നിന്നാണെന്ന് എനിക്കറിയില്ല, അന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ഒരു കുഞ്ഞൊരു റൂമും ഒരു അടുക്കളയുള്ള വീടൊക്കെ ആയിരുന്നു അന്ന് വയനാട് ഒരു കുന്നിൻ ചെരുവില്. ആ ചേച്ചിമാരൊക്കെ ഞാനിപ്പോ വയനാട്ടിൽ പോകുമ്പോ ആ ചേച്ചിമാരെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ജീവനാ. ഞങ്ങളുടെ അയൽവാസികളായിരുന്നു അവരൊക്കെ ഇപ്പോഴും എന്നെന്ന് പറഞ്ഞാലും ഇഷ്ടമാണ്. എന്നെയും ഭയങ്കര ഇഷ്ടമാണ് അവർക്കൊക്കെ. എന്നെ ഇത്തമാരെ ഉമ്മിച്ചിനും ഒക്കെ ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ അവിടുന്ന് ഇവിടെ വരെ, ഈ അമേരിക്കയിൽ ഇവിടെ വരെ എത്തിയ കഥകളെല്ലാം ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്. ഓരോ എപ്പിസോഡായിട്ട് ഞാൻ പറയാം. എങ്ങനെ അമേരിക്കയിൽ എത്തി, എങ്ങനെ എന്റെ ഹസ്ബൻഡിനെ കണ്ടുമുട്ടി, ഇതെല്ലാം ഞാൻ പറയുന്നുണ്ട്. പിന്നെ കണ്ട പ്രേക്ഷകരാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഞാൻ വീണ്ടും പറയുന്നതില്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തസ്നിയുടെ ചാനലിൽ നിന്ന് ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട്. ഒരു ഓൾമോസ്റ്റ് 2 ലക്ഷം ആള് വരെ കണ്ട എന്റെ സ്റ്റോറിയാണ്. ഇനിയും കാണുമ്പോ ഈ പെണ്ണിനെന്താ, ഈ സ്ത്രീക്ക് എന്താ ഇങ്ങനെ ബോറടിപ്പിക്കണ, എന്താ കാര്യം വിചാരിക്കരുത്. കാണാത്ത ആൾക്കാരോട് കണ്ടോട്ടെ. എന്തായാലും എല്ലാവർക്കും, ഈ പറഞ്ഞ എനിക്കായാലും അമേരിക്കയിലൊക്കെ ഒരു ഫാമിലി ഇങ്ങനെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് ജനിച്ചു വളർന്ന ഒരു പെണ്ണ് അമേരിക്കയിലൊക്കെ എത്താന്ന് പറയുമ്പോൾ അതൊരു ആകാംക്ഷയുള്ള ഒരു സ്റ്റോറിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. പിന്നെ ഇപ്പൊ ബാബാസും ജയജൂട്ടനും വീട്ടിലാണ്, ഞാൻ ഡ്യൂട്ടി സ്ഥലത്താണ്. ഇന്നും നാളെ എനിക്ക് ഡബിൾ ഷിഫ്റ്റ് ആണ്. ഫ്രൈഡേയും സാറ്റർഡേയും ഡബിൾ ഷിഫ്റ്റ് ആണ്. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഷിഫ്റ്റ് എടുക്കും, ഞാൻ എക്സ്ട്രാ ഷിഫ്റ്റ് എടുക്കുന്നല്ലാതെ. എന്റെ നോർമൽ സ്കെഡ്യൂൾഡ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെയിലർ ഷിഫ്റ്റ് ആണ്, ഫ്രൈഡേയും സാറ്റർഡേയും. അപ്പൊ ഞാൻ ഇനി ബാബാസും ജയജൂട്ടനൊക്കെ വീഡിയോകൾ ഉൾപ്പെടുത്താൻ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ മിനിഞ്ഞാന്നാണ് ചാനൽ തുടങ്ങിയത്. ഇന്നലെ എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഇന്നലെ ഞാൻ ഷിഫ്റ്റ് എടുത്തു വേറെ ഒരാൾക്ക് വേണ്ടിയിട്ട്, അവരുടെ ഷിഫ്റ്റ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് എന്റെ ഡബിൾ ഷിഫ്റ്റ് ഡേ ആണ്, നാളെ എന്റെ ഡബിൾ ഷിഫ്റ്റ് ഡേ ആണ്. അപ്പൊ ഇന്നും നാളെയും ഇന്നലെയും എനിക്ക് ഒട്ടും ടൈം കിട്ടിയില്ല. പിന്നെ ജയജൂട്ടൻക്കാണെങ്കിൽ ഭയങ്കര ഇതാണ്, നല്ല വീഡിയോ എടുത്തിടണം, നല്ല സ്ഥലങ്ങൾ എടുത്തിടണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. മോമി നമുക്ക് ഒരുപാട് ഫാമിലി ഉണ്ടല്ലോ എന്നൊക്കെ പറയും അവന് കേട്ടോ. അവനക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ ചാനൽ തുടങ്ങിയതില്. അങ്ങനെ ഞാൻ അതുകൊണ്ടാണ് അവരില്ലാത്തത്. അവരെ വെച്ച് ഞാൻ വീഡിയോ ചെയ്യാം. സൺഡേസ് എന്റെ ഓഫ് ഡേ ആണ് സൺഡേ. അപ്പൊ ഞാൻ സൺഡേ അവരെ ബാബാസിനെയും ജയജൂട്ടിനെയും ഉൾപ്പെടുത്തി ഒരു വീഡിയോ ചെയ്യാം. ഇന്നും നാളെയും എന്റെ ലൈഫ് സ്റ്റോറി എല്ലാവരോടായിട്ട് ഞാൻ പറയാം. അങ്ങനെ ഇന്നത്തെ എന്റെ 16 മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞു. ഇപ്പോൾ രാത്രി 10:30. ഞാന് 10 മണിക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി കഴിയും. പക്ഷെ
രാത്രി നെക്സ്റ്റ് ഷിഫ്റ്റ് വന്ന് ഷിഫ്റ്റ് ഒക്കെ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും 10-10:15 ആവും സമയം. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവളെ ഞാൻ എപ്പോഴും കൊണ്ടുവിടും. അവള് ബംഗ്ലാദേശ് ഉള്ളൊരു പെണ്ണാണ്. അവളെ കൊണ്ടുവിട്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനിപ്പോ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ രാത്രിയിലോ പകല് അങ്ങനത്തെ മാറ്റങ്ങളൊന്നുമില്ല. രാത്രിയായാലും പകലായാലും ഏത് കുഞ്ഞു മക്കൾക്ക് വരെ ഇവിടെ പുറത്തിറങ്ങി നടക്കാം. ഒരാളും നമ്മളെ ശല്യം ചെയ്യില്ല. പിന്നെ നടന്നു പോകാൻ എല്ലാവർക്കും പേടിയായിരിക്കും. കാരണം രാത്രി ഗണ്ണും ഗണ്ണൊക്കെ ആയി ആൾക്കാരെ കൊല്ലണൊക്കെ നാടല്ല. അതുകൊണ്ട് നടന്നു പോകാൻ ഇച്ചിരി പേടിക്കണം. വണ്ടിയിലൊന്നും പോകാൻ അത്ര പേടിയൊന്നും വേണ്ട. നടന്നാരും പോകില്ല കേട്ടോ ആ സമയത്ത്. പോകും അത്ര ധൈര്യമുള്ള ആൾക്കാര്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ നാട്ടില് ഒരു ലേഡി സ്വന്തം ഇങ്ങനെ ജീവിക്കുകയാണെങ്കിൽ പലവിധ അനാവശ്യങ്ങളും പറഞ്ഞുണ്ടാക്കും. നമ്മൾ എത്ര നന്നായിട്ട് ജീവിക്കാൻ നോക്കിയാലും പക്ഷെ ഇവിടെ അങ്ങനത്തെ ഒരു പേടിയും പേടിക്കാനില്ല. അവനവന്റെ കാര്യം നോക്കി ജീവിക്കുന്ന ആൾക്കാരാണ് ഇവിടെ. വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 15 മിനിറ്റ് ഡ്രൈവ് ഉണ്ട് ഇവിടുന്ന്. 15 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്. ഞാൻ പിന്നെ നാളെ, ഇന്നെനിക്ക് ഒരുപാട് ടൈം കിട്ടില്ല. ഇന്ന് ഭയങ്കര തിരക്കുള്ള ദിവസമായതുകൊണ്ട് ഒരുപാട് വീഡിയോ എടുക്കാൻ ടൈം കിട്ടിയില്ല. നാളെ ഞാൻ കുറച്ച് സ്റ്റോറിയുടെ പറയാം. ഇനി എന്റെ സ്റ്റോറി കണ്ടിട്ട് അഭിപ്രായം പറയാ. ഇനി ആദ്യം മുതൽ തുടങ്ങണോ അതോ തസ്നിയുടെ ചാനലിൽ പറഞ്ഞു നിർത്തിയ ഭാഗം മുതൽ തുടങ്ങിയ മതിയൊന്ന് ഒന്ന് കമന്റിൽ അറിയിക്കണം കേട്ടോ. അത് എനിക്ക് കമന്റ് നോക്കാൻ ടൈം കിട്ടാറില്ല. തസ്നി നോക്കാറുണ്ട് അവിടെ. തസ്നി നോക്കിയിട്ട് എന്നോട് വിവരങ്ങൾ പറയാം. അവള് കമന്റിന് റിപ്ലൈ ഒക്കെ തരും നിങ്ങൾക്ക്. ഇനി ഞാൻ എന്തൊരു സാധന കമന്റിന് റിപ്ലൈ തന്നില്ലല്ലോ. ഫ്രീ ടൈമില് ഡ്യൂട്ടി ടൈമില് 15 മിനിറ്റ്സ് ബ്രേക്ക് ഒക്കെ എടുക്കുന്ന ടൈമിൽ ഞാനൊന്ന് ഓടിച്ചു നോക്കും. എല്ലാവർക്കും ഒന്നും റിപ്ലൈ തരാൻ പറ്റില്ല എനിക്ക്. ഒന്നും വിചാരിക്കരുത്. ഗിവറായിട്ടോ പവറായിട്ടോ ഒന്നും അല്ല. അതുകൊണ്ട് തന്നെ അവൾ എല്ലാത്തിനും കമന്റിന് റിപ്ലൈ തരും. അവള് തരണം, ഞാൻ തരുന്നതായിട്ട് സ്വീകരിക്കുക. ഞാൻ പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് ഞാൻ നാളെ വീണ്ടും വരാം. ഇപ്പൊ ഞാൻ ഇതാ വീട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലെത്തി. ഇപ്പൊ 2 ബസ് വന്ന് ഡോറിന്റെ അടുത്ത് ഡോറും തുറന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അവളെ ഞാൻ ഇപ്പൊ വീഡിയോ എടുക്കാത്ത, അവൾ നൈറ്റ് ഗൗൺ ഒക്കെ ഇട്ടാ നിൽക്കുന്നത്. അതുകൊണ്ട് അവൾക്കത് ഇഷ്ടാവൂല. അവള് നൈറ്റ് ഗൗൺ ഒക്കെ ഇട്ടിട്ട് എടുക്കണം. അല്ലാതെ തന്നെ എടുക്കണ ഇച്ചിരി മടിയാണ് അവൾക്ക്. അതുകൊണ്ടാണ് ജയിലിട്ടുണ്ട്. മോളൊന്ന് ഇറങ്ങി വരുന്നുണ്ട്. ഞാൻ ഒരു ദിവസം മക്കളെ വെച്ചിട്ട് ഞാൻ വീഡിയോ ഇടാം. ഇന്ന് എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരോടും ഞാൻ വാപ്പിച്ചി പോയ കഥകളും വാപ്പിച്ചിയെ പിന്നീട് എത്ര വർഷം കഴിഞ്ഞിട്ട് കണ്ട കഥകളൊക്കെ നാളെ പറയാൻ നോക്കാം. ആദ്യം വയനാട്ടിലുള്ള കഥകൾ കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ എന്റെ എങ്ങനെ അമേരിക്കയിലെത്തി, എങ്ങനെ കുവൈറ്റിലെത്തി എന്നൊക്കെ ഞാൻ പറയാട്ടോ. അപ്പൊ എല്ലാവരോടും വീണ്ടും പറയാണ്, എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം, സപ്പോർട്ട് ഉണ്ടാവണം. ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാം ഓക്കെ. എല്ലാം കമന്റിൽ അറിയിക്കണം കേട്ടോ. ഓക്കെ, എന്നാ എല്ലാവരോടും വീണ്ടും വരാം. ബൈ ബൈ.